നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷ. ദാരിദ്ര്യത്തോടും അവഗണനയോടും പൊരുതി അവൾ നിയമം പഠിച്ചത് സ്വന്തം അവകാശങ്ങൾക്കും മറ്റുള്ളവർക്കു വേണ്ടി പോരാടാനുമായിരുന്നു. ഇരിങ്ങോൾ കനാൽ പുറംപോക്കിലെ ഒരു ചെറിയ വീട്ടിൽ അമ്മ രാജേശ്വരിയോടൊപ്പം താമസിക്കുമ്പോഴും അവൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2016 ഏപ്രിൽ 28 വൈകുന്നേരം ജോലി കഴിഞ്ഞ് അമ്മ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് മകളുടെ തകർക്കപ്പെട്ട സ്വപ്നങ്ങളും നിശ്ചലമായ ശരീരവുമാണ്. വെറുമൊരു കൊലപാതകമായിരുന്നില്ല അത്. ഡൽഹിയിലെ നിർഭയ കേസിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ ആക്രമണമാണ് ജിഷ നേരിട്ടത്. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ മുറിവും കേരളം സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചിരുന്ന ഓരോരുത്തരുടെയും മുഖത്തേറ്റ അടിയായിരുന്നു. തുടക്കത്തിൽ പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായി മാറി. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ അന്വേഷണം ഊർജിതമായി. പോലീസിന് മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും ജിഷയുടെ നഖങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ DNA സാമ്പിളുമാണ്. 49 ദിവസത്തെ നീണ്ട തിരച്ചിലിനൊടുവിൽ തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം എന്ന പ്രതിയെ പോലീസ് വലയിലാക്കി. ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം തടഞ്ഞതിലുള്ള പകയാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി.